ഇന്നലെ കമൻറ്റിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു PSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്തൊക്കെ ടിപ്സാണുള്ളത് എന്നുള്ളത്. ടിപ്സായിട്ട് എനിക്ക് പറയാനുള്ളൊരു പൊസിഷനിലെത്തി ചോദിക്കുകയാണെങ്കിൽ ഞാനും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ഒരു പ്രിപ്പറേഷൻ ജേണിയുടെ ഭാഗമാവാനായിട്ട് മെൻ്റലി പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. കാരണം കുറച്ചധികം വർഷങ്ങൾ വേണ്ടി വരാം ചില ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ 3 മാസം കൊണ്ടും 6 മാസം കൊണ്ടൊക്കെ ക്രാക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു മിനിമം സിലബസ് കവർ ചെയ്യാനായിട്ട് 1 വർഷമൊക്കെ വേണമെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അത്യാവശ്യം ലോങ് ജേണിയാണെന്നുള്ളത് സ്വയം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ആ ഒരു ജോലിയോട് എത്രമാത്രം നമുക്ക് ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് ആലോചിക്കുക. കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം മേ ബി മടുക്കാം. അത് ഓരോ ആളുടെ ആഗ്രഹം പോലെ ഇരിക്കും. പക്ഷേ മടുക്കാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹം അത്രയും തീവ്രമായിരിക്കണം. ഇതൊക്കെ നമ്മൾ ആദ്യം കുറച്ച് എന്താണ് PSC എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെ എക്സാംസാണ് നടക്കുന്നത് മനസ്സിലാക്കുക. മെൻ്റലി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ജേണിയുമായിട്ട് ഓക്കെ ആണ് എന്നുള്ളത് ഒന്ന് മനസ്സിലൊന്ന് ഉറപ്പിക്കുക. അതിന് ശേഷമാണ് എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങണം, എവിടെ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം, എന്താണ് സിലബസ് എന്നുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ സ്റ്റേജാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ്. കാരണം ഞാൻ കുറേ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ഒന്നും അറിയാതെ പെട്ടെന്ന് പോയിട്ട് PSC പഠിക്കാനിരുന്നൊരു ഉദ്യോഗാർത്ഥിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റേതായിട്ടുള്ള കുറച്ച് വർഷങ്ങൾ ഞാൻ കളഞ്ഞിട്ടുമുണ്ട് ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോവായിരിക്കും ബിഗിനേഴ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ബെറ്റർ തോന്നാറുണ്ട്. കാരണം ഒരു ബേസ് കിട്ടണമല്ലോ, ആ ബേസിലാണ് ബാക്കി നമുക്ക് സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ബിഗിനർ നിരക്ക് ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് വീട്ടിനടുത്തുള്ളതോ അല്ലെങ്കിൽ പറ്റുന്ന സാഹചര്യം നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അടുത്തതായിട്ട് പറയാനുള്ളത്, സിലബസ് കൃത്യമായിട്ടും ഒന്ന് അനലൈസ് ചെയ്യുക. എന്തൊക്കെ ടോപ്പിക്സാണ് ഈ ഒരു എക്സാമിനുള്ളത് എന്നുള്ളത്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പ്രിലിംസിനൊന്നും ഇംഗ്ലീഷും മലയാളമൊന്നും ഇല്ല. പക്ഷേ എന്നാലും 10th ബേസിലുള്ള ബാക്കി LD പോലുള്ള എക്സാംസിനൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ബാക്കി GK 60 മാർക്ക് അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ് അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചാനൽസ് ഉണ്ട്. മാക്സിമം ടൈമും എഫേർട്ടും കോൺസെൻട്രേഷനും ഒക്കെ PSCക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും ജോലിയിലെത്താനൊക്കെ എന്തായാലും പറ്റും. ഇങ്ങനെ ഉഴപ്പുന്ന സമയത്താണ് കുറച്ച് ലേഗ് അടിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ബൈ.